ഇപ്പോൾ എൻ്റെ വീടും ഈ വീടുമായിട്ട് ഒരിക്കലും വഴക്കുണ്ടാക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ സിന്ധു മാത്രമല്ലേ ഉള്ളൂ, അവരായിരിക്കും ചിലപ്പോൾ ഓടി വരേണ്ടത്. ഒന്നാമത് പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ, അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പട്ടാളത്തിനായാലും ശരി ഭരിക്കുന്നവർക്കായാലും ശരി ഇഷ്യൂസ് ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ അച്ഛൻ്റെ പോലെ പറഞ്ഞിട്ടില്ലേ, കാശ്മീർ ഇന്ത്യയുടെ അല്ല, ചിലപ്പോൾ ഇതോടുകൂടി പാകിസ്ഥാൻ തീരും. പക്ഷേ വിഭജിച്ചെന്ന് കൊണ്ട് അന്ന് മുതൽ ചൊറിയാണ്. അതിനൊരു മറുപടിയായിരുന്നു നമ്മൾ ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പറയാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ രക്തസാക്ഷി. ഇപ്പോൾ തന്നെ വെള്ളം കൂടി മുട്ടുവാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ കർഷകർ തന്നെ പാകിസ്ഥാനെതിരെ തിരിയും. പിന്നെ അതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് സൗദി അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ നമ്മൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരം. നമ്മളുമിപ്പോൾ തീവ്രവാദത്തിന് ഇരയായിരിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കശ്മീരിലുണ്ടായ ഒരു വലിയ ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ടൂറിസ്റ്റുകളായി പോയവരെയാണ് അവരെ ഇപ്പോൾ നിലവിൽ ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാകിസ്ഥാനെതിരെ ഇനി എന്ത് നടപടി വേണം എന്നാണ് ഒരു സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നൊന്ന് പറഞ്ഞു നോക്കും. ഇപ്പോൾ എൻ്റെ വീടും ഈ വീടുമായിട്ട് ഒരിക്കലും വഴക്കുണ്ടാക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ സിന്ധു മാത്രമല്ലേ ഉള്ളൂ, അവരായിരിക്കും ചിലപ്പോൾ ഓടി വരേണ്ടത്. യുദ്ധങ്ങൾ ഒരിടത്തും ലോകത്തൊരിടത്തും യുദ്ധങ്ങൾ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ചോര കൊണ്ട് കളിച്ചിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കുന്ന അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നും. യുദ്ധങ്ങളില്ലാതിരിക്കുന്നത് തന്നെയാണ്. സംസ്ഥാനങ്ങൾ തമ്മിലായാലും ശരി, രാജ്യങ്ങൾ തമ്മിലായാലും ശരി, യുദ്ധങ്ങൾ ഉണ്ടാകരുത്. എന്തിനെന്നേ യുദ്ധം? ഒരു കൊറോണ വിചാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറേ കാലമായി പാകിസ്ഥാൻ അടങ്ങിയിരിക്കുകയില്ല. ഒന്നാമത് പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ, അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പട്ടാളത്തിനായാലും ശരി ഭരിക്കുന്നവർക്കായാലും ശരി ഇഷ്യൂസ് ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചൊറിയും മാന്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് പ്രശ്നമാവും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. കാരണം എല്ലാം കൊണ്ടും ഒരു ദരിദ്ര രാഷ്ട്രമായി തകരുകയാണ്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അവരുടെ ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ തകർന്ന തരിപ്പണമായി. എന്തിനാണ് ഇപ്പോൾ ഇത്തരം ഒരു ഇഷ്യൂ അവരുണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 28 ജീവനെ കൊല്ലുക എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ഒരാൾ മരിച്ചത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയാളുടെ മകളെ തോക്ക് വെച്ച് ഇങ്ങനെ ചൂണ്ടിയിട്ട് പിന്നെ അവരെ 2 ഇരട്ട കുട്ടികളിൽ നിന്ന് കരയുന്ന കണ്ടപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് അവരുടെ മുമ്പിലിട്ട് ഈ 2 കൊച്ചു കുട്ടികളുടെയും മകളുടെയും മുമ്പിലിട്ട് ഒരു അച്ഛനെ വെടിവെച്ച് കൊല്ലുക, രോഗിയായ അമ്മ കാറിലിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അവരെങ്ങനെ അഭിമുഖീകരിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭ്രാന്തായി പോകും. നോക്ക്, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് പാട്ടുകാരൻ വേണുഗോപാൽ കാശ്മീരിൽ കറങ്ങാൻ പോയിട്ട് ഭാഗ്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. 28 പേരുടെ ജീവനെടുത്തു. ഞങ്ങൾക്ക് പങ്കില്ല, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇവരൊക്കെ വന്നതെന്ന് പറയുന്നു. കർക്കശമായ നടപടി ഞങ്ങൾ എടുക്കാമെന്നാണ് പാകിസ്ഥാൻ പറയേണ്ടിയിരുന്നത്. ഇന്ന് ആ വിവരം കെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി, പ്രതിരോധ വകുപ്പ് മന്ത്രി പറയുകയാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളായി ഈ തീവ്രവാദികളെ ഞങ്ങൾ പ്രഖ്യാപിക്കൂ. അപ്പോൾ അവർ പങ്ക് തെളിഞ്ഞല്ലോ. ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് അവിടെ വന്നത്, ഞങ്ങൾ തന്നെയാണ് വിട്ടത്, അവരെ ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ രാജ്യത്തിന് വേണ്ടി. പിന്നെ അവൻ്റെ അച്ഛൻ്റെ പോലെ പറഞ്ഞിട്ടില്ലേ, കാശ്മീർ ഇന്ത്യയുടെ അല്ല. രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, വളരെ കാർക്കശ്യത്തോടെയാണ് നരേന്ദ്രമോദി സംസാരിച്ചത്. കൂട്ടുനിന്നവന്മാർക്കും ചെയ്തവന്മാർക്കും കൃത്യമായി ഞങ്ങളോട് വില പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിന് വേണ്ടി പാകിസ്ഥാനെ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ചവിട്ടിക്കൂട്ടി. അതുപോലെ അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ പ്രതിരോധ വകുപ്പ് ഇന്ന് കരസേനാ മേധാവി ആ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ പാറിപ്പറക്കുന്നു. കടലിലാണെങ്കിൽ എല്ലാ സന്നാഹങ്ങളോടുകൂടി നമ്മുടെ നേവിയുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതോടുകൂടി പാകിസ്ഥാൻ തീരും. പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാനില്ല. 5 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി. മണിക്കൂറല്ല, ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ നമ്മുടെ എത്ര 140 കോടി പേര് മൂത്രം ഒഴിച്ചാൽ പാകിസ്ഥാൻ കാണില്ല, ഒന്നിച്ചൊഴിച്ചാൽ. അവനാണ് നമ്മളുടെ കളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലോക ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. ഒരു അവസാന പോരാട്ടത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യ വിഭജിച്ച് കൊണ്ടുപോയപ്പോൾ മര്യാദയ്ക്ക് അവന്മാർക്ക് അവിടെ മര്യാദയ്ക്ക് ജീവിക്കാം. പക്ഷേ വിഭജിച്ചെന്ന് കൊണ്ടുപോയി അന്ന് മുതൽ ചൊറിയാണ്. അതിനൊരു മറുപടിയായിരുന്നു നമ്മൾ ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ പിന്നാലെ ചിലപ്പോൾ എന്തൊരു ക്രൂരത എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
മഞ്ഞിൻ്റെ താഴ്വരയിൽ ആ കാശ്മീർ ജനത അവന്മാർക്കെതിരാണ്. ആലോചിച്ച് ഭരണത്തിൻ്റെ ഈ മനുഷ്യൻ്റെ മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, മുമ്പ് പട്ടാളക്കാരുടെ വാൻ പോകുമ്പോൾ എറിയുന്നവർ, ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ, പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവർക്ക് ജയ് വിളിക്കുന്നവർ, അതൊക്കെ മാറിയിട്ട് കാശ്മീർ ജനത കൂടുതൽ മാനസികമായി ഞങ്ങളുടെ നാട് ഇന്ത്യയാണ് എന്ന് അടക്കി പിടിക്കുന്ന ഒരു അവസരത്തിൽ ആ ടൂറിസത്തിന് തന്നെ തകർക്കുന്ന രീതിയിൽ അവിടെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ടാക്സി ഡ്രൈവർ മരിച്ചത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം അവനും മുസ്ലിമാണ്. അവൻ കൊണ്ടുപോയ ആൾക്കാരെ തോക്കിൻ മഞ്ഞ് നിർത്തിയപ്പോൾ അവൻ അതിലൊരുത്തൻ്റെ തോക്കിക്കറി പിടിക്കുകയും അവനെ നിഷ്കരണം വെടിവെച്ചു. അവൻ്റെ ഉമ്മ വിളിക്കുന്ന നിലവിളി കേൾക്കണം, എൻ്റെ മോൻ ചെയ്ത തെറ്റെന്താണെന്ന്. അവൻ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ കൊണ്ടുപോയ ആൾക്കാർക്ക് വേണ്ടി നിന്നു. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് മുസ്ലിങ്ങളെ ഒന്ന് അടച്ചാക്ഷേപിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പറയാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ രക്തസാക്ഷി. അല്ല, അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിംസിനെ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇവർക്ക് ചോറിങ്ങും കൂറങ്ങാണെന്നൊക്കെ പറയും. പക്ഷെ അല്ല, ദേശീയവാദികളായ കറകളഞ്ഞ രാജ്യസ്നേഹികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഏറ്റവും നല്ല തെളിവാണ് ആ ചെറുപ്പക്കാരൻ. എനിക്ക് അവനോട് ഭയങ്കര ബഹുമാനം തോന്നി. സ്വന്തം ജീവൻ കൊടുത്തു അവൻ രാജ്യത്തിന് എതിർത്തു. അതുപോലെ ഇന്നലെ ഒരു പട്ടാളക്കാരൻ മരിച്ചു, ഇന്ന് ഒരു പട്ടാളക്കാരൻ എന്തോ വെടിയേറ്റു. പക്ഷേ ഇതൊരു അവസാന പോരാട്ടമാകാൻ സാധ്യതയുണ്ട്. ഇനി പാകിസ്ഥാൻ്റെ തലവേദന നമുക്കുണ്ടാവാൻ ഇടയുണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടായാൽ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായതുപോലെ ഒരു മൈലേജ് നരേന്ദ്രമോദിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ധീരനായ ഒരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് പാകിസ്ഥാനെ തീർത്തു എന്ന് ചരിത്രം പറയും. ആ വഴിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നത്. അതിൽ ഏറ്റവും വലിയ എനിക്ക് നല്ല നയതന്ത്ര ബന്ധം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഇന്ത്യ എന്നും നല്ല നയതന്ത്ര ബന്ധമാണല്ലോ കീപ്പ് ചെയ്യണേ. ഇപ്പോൾ തന്നെ വെള്ളം കൂടി മുട്ടുവാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ കർഷകർ തന്നെ പാകിസ്ഥാനെതിരെ തിരിയും. കാരണം അവന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവൻ തിരിയും. അപ്പോൾ ആഭ്യന്തര യുദ്ധം ഒരുപാടുണ്ടാവും അവിടെ. ഇപ്പോൾ ഇവിടെ മെഡിസിൻ അടക്കം പഠിക്കാൻ വന്നവരും ഇവിടുത്തെ ആശുപത്രികൾ ഉപയോഗിക്കുന്നവരുടെ എല്ലാവരുടെയും 28-ാം തീയതിക്കുള്ളിൽ പൊയ്ക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തം പ്രശ്നമാണ്. ആകെ നമ്മളോട് അവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരൊറ്റ ചില്ലറ കേസെന്ന് പറയുന്നത് വ്യോമയാന പാത അടയ്ക്കുന്നത് മാത്രമാണ്. നമുക്ക് ഇത്തിരി പൈസ കൂടുതലോ ചില രാജ്യങ്ങളിൽ, UK പോലുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോകാൻ ഒരു 10-50,000 രൂപ ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിനപ്പുറം നമ്മളൊന്നും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാൻ. കാരണം ഏത് തരത്തിൽ നോക്കിയാലും, കാരണം ഒറ്റക്കെട്ടായ മനുഷ്യർ ഇന്ത്യയിലെ 140 കോടി എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കും. ആ 140 കോടി രാഷ്ട്രീയക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ പോയിരിക്കുകയാണ്, ആ സംഭവം നടന്ന കാശ്മീരിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിൽക്കും, എല്ലാ ജനതയും ഒന്നിച്ച് നിൽക്കും. നമുക്കുള്ള വെപ്പൺ ആയുധങ്ങളെ ഏറ്റവും മോസ്റ്റ് മോഡേൺ നമ്മുടെ ആക്രി സാധനങ്ങൾ എടുത്തിട്ട് കൊടുത്താൽ പോലും പാകിസ്ഥാൻ്റെ ഇല്ല. പിന്നെ അതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് സൗദി അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക ആയാലും ചൈനയ്ക്ക് പോലും ഒരു പരിധിവരെ ഇതിനെ തള്ളി പറയാൻ പറ്റത്തില്ല. കാരണം നാളെ ചൈനയിലും വേണമെങ്കിൽ തിരിയാം. ഇവൻ വിവരം കെട്ടവന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയോടൊപ്പം ലോകരാഷ്ട്രങ്ങളെല്ലാം നിൽക്കും. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഭൂപടം ഈ ലോകഭൂപടത്തിൽ നിന്ന് വാനിഷായി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവിടുത്തെ സിവിലിയന്മാർ പോലും ചിലപ്പോൾ ഇന്ത്യയെ അഭിനന്ദിക്കും. കാരണം എന്താ പറയുക, നേരെ നല്ല ആഹാരം കഴിച്ച് നല്ല വിദ്യാഭ്യാസം നടത്തി നല്ല ഭക്ഷണം കഴിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാമല്ലോ എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നാം. കാരണം ഈ എന്നും അരക്ഷിതാവസ്ഥയാണ്. ഒരു പ്രധാനമന്ത്രി വരിക, 2 വർഷം കഴിയുമ്പോൾ ഒന്നിൽ അവനെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അവനെ സ്ഥാനത്തുനിന്ന് തള്ളുക, കുറച്ചു കാലം പിന്നെ പട്ടാളം ഭരിക്കുക, അത് കഴിയുമ്പോൾ പട്ടാളത്തിന് പറ്റിയ റബ്ബർ സ്റ്റാമ്പായ ഒരുത്തനെ അധികാരത്തിലിരുത്തുക. ഇങ്ങനെ കിട്ടിയ കാലം മുതൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതാണല്ലോ അവിടുത്തെ അരക്ഷിതാവസ്ഥയാണല്ലോ. അതിനൊരു പരിഹാരം ചിലപ്പോൾ ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നു. കാരണം ഇനിയൊരു ഇന്ത്യൻ സിവിലിയൻ്റെ ദേഹത്ത് ഇവൻ്റെ തോക്കെന്നല്ല ഇവൻ്റെ നോട്ടം പോലും വരരുത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇന്ത്യയിലെ ഭരണാധികാരികൾ നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ യുദ്ധത്തെ എതിർക്കുന്നവരാണ് നാമെല്ലാം. എന്നാൽ യുദ്ധം അനിവാര്യമാണ് നമുക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇങ്ങനെ അഹന്ത കാണിക്കുന്ന രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കാൻ എന്ന് ഇപ്പോൾ ഏവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കുമെന്ന് തന്നെയാണ് ശാന്തിവിള ദിനേശ് അടക്കമുള്ളവർ പറയുന്നത്.